അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യൻ പ്രവാചകനാവുന്നതിൽ അത്ഭുതം പ്രകടിപ്പിച്ച സത്യനിഷേധികൾ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും അള്ളാഹുവിൽ നിന്നുള്ളതല്ലെന്നും അതൊക്കെ ആഭിചാരമാണെന്നും പറഞ്ഞതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ 2 ആയത്തുകളിൽ പറഞ്ഞത്. ഇന്ന് പഠിക്കുന്ന 3-ാമത്തെ ആയത്തിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് ഏകനായ അള്ളാഹുവാണെന്ന് പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെയൊക്കെ ആദ്യത്തെ അഭിസംബോധിതർ അവിടുത്തെ ബഹുദൈവ വിശ്വാസികളായ അറബികളായിരുന്നു എന്നതാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് ഒരു വലിയ ദൈവമുണ്ട്. ആ ദൈവത്തെ സഹായിക്കാൻ കുറെ ചെറിയ ദൈവങ്ങളുമുണ്ട്. മലക്കുകളും ജിന്നുകളും തുടങ്ങി പലരെയും ദൈവം മക്കളായി സ്വീകരിക്കുന്നു. എന്നിട്ട് ചെറിയ ദൈവങ്ങളും ഈ മക്കളുമൊക്കെയാണ് മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. അതുകൊണ്ട് മനുഷ്യർ തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് ഈ ചെറിയ ദൈവങ്ങളോടാണ്. ബഹുദൈവാരാധകരുടെ ഈ മനോഭാവത്തിനുള്ള മറുപടിയായി കൊണ്ട് അള്ളാഹു മക്കി സൂറകളിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഏകനായ റബ്ബ് മാത്രമാണെന്ന് പറയുന്നു. മറ്റാർക്കും അതിൽ പങ്കില്ലെന്നും ബഹുദൈവാരാധകർ അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കുന്ന ദൈവങ്ങൾക്കും മക്കൾക്കുമൊന്നും ഒരു ചെറിയ പ്രാണിയെപ്പോലും സൃഷ്ടിക്കാനുള്ള കഴിവില്ലെന്നും അള്ളാഹു വെല്ലുവിളിക്കുന്നു. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിന്റെയും നിലനിൽപ്പിനാവശ്യമായത് നൽകാനോ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനോ അള്ളാഹുവിനല്ലാതെ ആർക്കും കഴിയില്ലെന്ന് ഈ ബഹുദൈവ വിശ്വാസികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തതെന്തെന്നും മക്കി സൂറകളിൽ ചോദിക്കുന്നുണ്ട്. ഇനി നാം പഠിക്കാനിരിക്കുന്ന ഏതാനും സൂറകൾ മക്കി സൂറകളാണ്. അതുകൊണ്ട് അവയിലധികവും ഈ കാര്യങ്ങൾ വിവിധ രൂപത്തിൽ പരാമർശിക്കുന്നതായി കാണാം. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം മദീനയിൽ ബദർ യുദ്ധത്തിൽ തോറ്റ മുശ്രിക്കുകളുടെ സൈന്യത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം അടക്കമുള്ളവർ യുദ്ധത്തടവുകാരായി മദീനയിൽ കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തു തൂറിൽ നിന്നുള്ള 35 മുതൽ 37 വരെയുള്ള ആയത്തുകൾ ഓതിക്കേൾക്കുന്നത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇതൊക്കെ സൃഷ്ടാവില്ലാതെ സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണോ, അതോ സൃഷ്ടാക്കൾ അവർ തന്നെയാണോ? ആകാശങ്ങളെയും ഭൂമിയെയും അവർ തന്നെയാണോ സൃഷ്ടിച്ചത്? അതല്ല, റബ്ബിന്റെ ഖജനാവ് അവരുടെ കയ്യിലാണോ? അതൊക്കെ നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണോ? സൂറത്തു തൂറിലെ 35 മുതൽ 37 വരെയുള്ള ആയത്തുകളിൽ വന്ന ഈ ചോദ്യങ്ങളാണ് അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ചെയ്തത്. ഇനി ആയത്ത് നോക്കാം. ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യുദബ്ബിറുൽ അംറ മാ മിൻ ശഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി ദാലികുമുല്ലാഹു റബ്ബുകും ഫഅബ്ദൂഹു അഫലാ തദക്കറൂൻ. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ച അള്ളാഹുവാകുന്നു. എന്നിട്ടവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവന്റെ അനുമതി ലഭിച്ച ശേഷമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനായി ആരുമില്ല. അവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു. അതിനാൽ അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. നിങ്ങൾ ഇനിയും ചിന്തിക്കുന്നില്ലയോ? ഇന്ന റബ്ബക്കുമുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ച അള്ളാഹുവാകുന്നു. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാകുന്നു. അള്ളാഹു തന്നെയാണ് റബ്ബ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റു ദൈവങ്ങളല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, അസ്സമാവാതി, ആകാശങ്ങളെ, വൽ അർള, ഭൂമിയെയും, ഫീ സിത്തതി അയ്യാമിൻ, 6 ദിവസങ്ങളിലായി. 6 ദിവസങ്ങളിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നത് ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. യൗം എന്നാൽ ദിവസം, പകൽ എന്നൊക്കെയാണ് അർത്ഥം. അതിന്റെ ബഹുവചനമാണ് അയ്യാം എന്നത്. ദിവസം എന്ന് അള്ളാഹു പറയുമ്പോൾ അത് നാം കണക്കാക്കുന്ന ദിവസം എന്ന അർത്ഥത്തിലാവാൻ തരമില്ല. ഖുർആനിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യർ കണക്കാക്കുന്ന
1000 വർഷത്തിന് തുല്യമാണ് എന്ന് ഒരിടത്ത് ഒരു കാര്യത്തിന്റെ വിവരണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു കാര്യത്തിന്റെ വിവരണം പറയുമ്പോൾ ഒരു ദിവസം 50,000 കൊല്ലത്തിന് തുല്യമാണ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു 6 ദിവസം എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലുള്ളതാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ 6 ഘട്ടങ്ങളിൽ എന്ന അർത്ഥത്തിലുമാവാം. ഏതായാലും അള്ളാഹു മാത്രമാണ് ഇവയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സുമ്മസ്തവ അലൽ അർഷി യുദബ്ബിറുൽ അംറ. പിന്നീട് അവൻ അർഷിൽ ഉപവിഷ്ടനായിക്കൊണ്ട് കാര്യം നിയന്ത്രിക്കുന്നു. സുമ്മ പിന്നെ ഇസ്തവ അവൻ ഉപവിഷ്ടനായി, അവൻ ഇരുന്നു, അലൽ അർഷി സിംഹാസനത്തിൽ, അർഷിൽ, യുദബ്ബിറുൽ അംറ അവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്. അള്ളാഹു അർഷിൽ ഉപവിഷ്ടനായി പ്രപഞ്ചം ഭരിക്കുന്നു എന്ന കാര്യവും ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുക എന്നത് എങ്ങനെയാണെന്ന് മനുഷ്യന് ഊഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന കാര്യമല്ല. രാജാക്കന്മാരുടെ സിംഹാസനത്തിനാണ് അർഷ് എന്ന് സാധാരണ പറയുക. എന്നാൽ അള്ളാഹു മനുഷ്യരെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടിയെപ്പോലെയോ അല്ലാത്തത് കൊണ്ട് ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ സങ്കല്പിക്കാൻ കഴിയില്ല. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ശേഷം അള്ളാഹു അധികാരം ഏറ്റെടുത്തു എന്ന അർത്ഥത്തിലാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുക. തുടർന്ന് പറയുന്നതും അതുതന്നെയാണ്. യുദബ്ബിറുൽ അംറ അവൻ കാര്യം നിയന്ത്രിക്കുന്നു. യുദബ്ബിറു അവൻ നിയന്ത്രിക്കുന്നു, അവൻ ഭരണം നടത്തുന്നു എന്നർത്ഥം. അൽ അംറ കാര്യത്തെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഭരണം അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുദൈവ വിശ്വാസികൾ കരുതുന്ന പോലെ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വലിയ ദൈവം കുറെ ഉപദൈവങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയല്ല. മറിച്ച് അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് നിയന്ത്രിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാമിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നി. അവന്റെ അനുവാദം ലഭിച്ച ശേഷമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനായി ഒരുത്തനുമില്ല. മാമിൻ ഷഫീഇൻ ഒരു ശുപാർശക്കാരനുമില്ല, ഇല്ലാ മിൻ ബഅദി ഇദ്നി അവന്റെ അനുവാദം കിട്ടിയ ശേഷമല്ലാതെ. അള്ളാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും വേണ്ടി ശുപാർശ ചെയ്യാൻ ഒരാൾക്കും സാധിക്കുകയില്ല, അള്ളാഹു അനുവദിച്ചാലല്ലാതെ. എന്നാൽ അള്ളാഹു അനുവദിച്ചവർക്ക് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു അനുവദിച്ച ശേഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നടത്തുന്ന ശുപാർശകളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആനിൽ മറ്റൊരിടത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവർ അള്ളാഹു തൃപ്തിപ്പെട്ടവരിൽ പെടില്ലല്ലോ. അപ്പോൾ ശുപാർശ ചെയ്യാൻ ആർക്കെങ്കിലും അനുവാദം നൽകപ്പെട്ടാൽ തന്നെ സൽക്കർമ്മികൾക്ക് വേണ്ടി മാത്രമേ അയാൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. തങ്ങളുടെ ദേവീദേവന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തോളും എന്ന് ബഹുദൈവാരാധകർ കരുതേണ്ടതില്ല എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം ശുപാർശ ചെയ്യാനുള്ള അനുവാദം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചിലർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ നൽകുന്ന അള്ളാഹുവിന്റെ ഒരു അംഗീകാരവും സ്നേഹവും മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ശുപാർശകന്റെ സഹായമോ പിന്തുണയോ ഏകനായ റബ്ബിന് ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബ്. അതായത് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അതേ അള്ളാഹു തന്നെയാണ് നിങ്ങളുടെ റബ്ബ്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ചെറിയ ദൈവങ്ങളല്ല നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഫഅബ്ദൂഹു, അതുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം വണങ്ങി അവന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് അവന് കീഴ്പ്പെട്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മാത്രം ജീവിക്കുക. അഫലാ തദക്കറൂൻ, നിങ്ങൾ ഇനിയും ഓർക്കുന്നില്ലയോ, നിങ്ങൾ ഇനിയും ചിന്തിക്കുന്നില്ലയോ, ഇനിയും ആലോചിക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യൻ മനസ്സിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അള്ളാഹു ആദ്യമേ മനുഷ്യനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ആ ബോധത്തെ ഉപയോഗിച്ച് ഇതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.